കൃഷ്ണൻകുട്ടിക്കും ഭാര്യ സരോജിനിക്കും 2 സുന്ദരി ഇരട്ടക്കുട്ടികൾ പിറന്നു. ജനിച്ചപ്പോൾ രണ്ടുപേരും ഒരുപോലെ ഇരുന്നെങ്കിലും വലുതായപ്പോൾ രൂപത്തിലും സ്വഭാവത്തിലും ഒരുപാട് വ്യത്യാസം വന്നു. ഇരട്ടകളിൽ ഒരാൾ ഐശ്വര്യ, മറ്റേത് ഈശ്വരി. ഐശ്വര്യ തടിച്ചിട്ടും ഈശ്വരി മെലിഞ്ഞിട്ടുമായിരുന്നു ഇരുന്നത്. ഐശ്വര്യയുടെ പരിപാടി മറ്റുള്ളവരെ സഹായിക്കലായിരുന്നു. പക്ഷേ ഈശ്വരി ആകട്ടെ എപ്പോഴും മുഖം മിനുക്കിക്കൊണ്ടിരിക്കലും. അതുപോലെ കൂടെ പിറന്നവളെ തടിച്ച് എന്ന് വിളിച്ച് എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കും. അയ്യേ എടി ഐശ്വര്യേ, നീ ഇതിട്ടിട്ടാണോ കല്യാണത്തിന് പോകുന്നത്? ഇതിനെന്താ ഈശ്വരി കുഴപ്പം? ഇത് അമ്മയുടെ സാരിയല്ലേ, അമ്മ എനിക്ക് ഉടുപ്പിച്ചെന്നത്. അമ്മ എന്നെ ഉടുപ്പിച്ചിട്ട് പറയാണ് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. ഓ, അമ്മ അങ്ങനെ പലതും പറയും. നീ അത് കേട്ടിട്ടാണ് നടക്കണത്. എന്തെങ്കിലും കാണിക്കേ, ഞാൻ പോയി ഡ്രസ്സ് ചെയ്യട്ടെ. എടി ഐശ്വര്യ, ഇപ്പൊ നോക്കിയേ എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന്. ആ, നല്ല ഭംഗിയുണ്ട് ഈശ്വരി. അതാണ് പറയണത്, ഇതുപോലെ ഇരിക്കണമെന്ന്. എന്ത് ഡ്രസ്സും പാകാവും. നിനക്കോ എന്തെങ്കിലും പറ്റുമോ? ഇതേ ഡ്രസ്സ് നിനക്ക് നോക്കിയിട്ട് വല്ലതും കിട്ടിയോ? അതുകൊണ്ടല്ലേ നീ ഇപ്പൊ അമ്മയുടെ സാരി എടുത്തിട്ടിരിക്കണേ തടിച്ച്. ഓ, ഞാൻ ഒന്നും പറയണില്ലേ. അമ്മയുടെ പ്രിയപ്പെട്ട മോള് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ പിടിച്ച് തല്ലും. നീ ഇങ്ങനെ തടിച്ചിരുന്നാൽ നിന്നെ കെട്ടാനായിട്ട് ആരും വരൂല. അങ്ങനെ അവർ പുറപ്പെട്ടു. റോട്ടിലെ തിരക്കും ബസ് കിട്ടാത്തതിൻ്റെ പേരും പറഞ്ഞ് ഈശ്വരി ഐശ്വര്യയെ വെറുതെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഐശ്വര്യ ആകട്ടെ ഇതൊന്നും ഗൗനിച്ചില്ല. ആ സമയത്ത് ഒരു മധ്യവയസ്കൻ അവരുടെ നേരെ നടന്നു വരുന്നുണ്ടായി. അയാൾ ഒരുപാട് ക്ഷീണിതനായിരുന്നു. ബോധം കെട്ട് നിലത്ത് വീഴാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ ഓടി അയാളുടെ അടുത്ത് ചെല്ലുകയും സഹായിക്കുകയും ചെയ്തു. പക്ഷെ ഈശ്വരി എന്താ ചെയ്തതെന്നറിയോ? നീ ഇവിടെ സഹായിച്ചോണ്ടിരുന്നോ, ഞാൻ എൻ്റെ കാര്യം നോക്കി പോവാ. ഈശ്വരി, നമുക്ക് ഈ പാവം മകളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് പോവാം. ഒന്ന് പോടി, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ ഈശ്വരി കല്യാണ വീട്ടിലെത്തി. അവരുടെ കൂടെ പഠിച്ച പ്രിയയുടെ വിവാഹമായിരുന്നു അന്ന്. ഐശ്വര്യ കാണാത്തതിൻ്റെ പേരിൽ പരിഭവം പറഞ്ഞു പ്രിയ. ആ സമയത്ത് ഈശ്വരി പറഞ്ഞത് കേട്ടോ? ഓ എൻ്റെ പ്രിയേ, നിനക്ക് അവളുടെ കാര്യം അറിഞ്ഞൂടെ? പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിച്ചാലേ തൃപ്തിപ്പെടുള്ളൂ. ആ സമയത്താണ് ഈശ്വരിയുടെ മുന്നിൽ കൂടെ ഗൗതം കടന്നുപോയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈശ്വരിക്ക് ഗൗതമിനെ ഇഷ്ടമായി. ഹലോ, എക്സ്ക്യൂസ് മീ, ഒന്ന് വഴി മാറാവോ? ഇതാരീ ചുള്ളൻ? ഗൗതമിന്റെ റിലേറ്റീവ് കൂടിയാണ് പ്രിയ. ആ സമയത്ത് ഗൗതമിന് ഒരു കോള് വന്നതുകൊണ്ടാണ് ധൃതിപ്പെട്ട് പുറത്തോട്ട് പോയത്. അത് ആരുടെ കോളായിരുന്നു എന്നറിയോ? ഐശ്വര്യായിരുന്നു വിളിച്ചത്. അയ്യോ അച്ഛാ, എന്തു പറ്റി അച്ഛാ? എന്റെ മോനെ, അച്ഛനൊന്നുമില്ല. ആ സമയത്ത് ആ കുട്ടി എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ഒരു കുഴപ്പവും പറ്റിയില്ല. ഞാൻ പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ മറന്നുപോയി. അതാ. അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മരുന്നൊക്കെ സമയത്ത് കഴിക്കണമെന്ന്. അല്ല, ഏത് കുട്ടി? എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ കുട്ടിയാണോ? ആ, അത് തന്നെ മോനെ. എന്ത് നല്ല മോളാത്. നമ്മുടെ വീട്ടില് ഇതുപോലെ ഒരു പെൺകുട്ടി വന്ന് കയറിയിരുന്നെങ്കിൽ. എല്ലാവരെയും കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ആ പെൺകുട്ടിയോട് ഗൗതമിന് ഒരു പ്രത്യേക സ്നേഹം തോന്നി. അവൻ അവളുടെ വീട് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഈശ്വരിക്ക് അങ്ങനെ ഉറക്കമില്ലാതായി. എപ്പോഴും ഗൗതമിനെ കുറിച്ചായി ചിന്ത. എടി, നീ വരുന്നില്ല ഭക്ഷണം കഴിക്കാനായിട്ട്? ഓ, എനിക്ക് വേണ്ട, ഞാൻ വിശക്കുമ്പോ ഒന്ന് കഴിച്ചോളാം, അമ്മോട് പറഞ്ഞേക്ക്. ഷോ, ആ ചുള്ളൻ ഇപ്പൊ എവിടെ ഉണ്ടാവും? ഷോ, ഉറക്കവും വരുന്നില്ലല്ലോ. കഷ്ടപ്പെട്ടാണെങ്കിലും ഗൗതം അങ്ങനെ ഐശ്വര്യയുടെ വീട് കണ്ടുപിടിച്ചു കേട്ടോ. എന്നിട്ട് അച്ഛനെയും കൂട്ടി പെണ്ണ് കാണാൻ ചെന്നു. ആ സമയത്ത് നമ്മുടെ ഈശ്വരി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. താൻ സ്വപ്നം കണ്ട ആളെയല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഭയങ്കര ത്രില്ലായിരുന്നു ഈശ്വരിക്ക്. ഇതാണ് ഞങ്ങളുടെ മകൾ ഈശ്വരി. അയ്യോ, ഈ കുട്ടിയല്ല. എന്റെ മകന് വേണ്ടി അന്വേഷിച്ചത് പൂർണ്ണചന്ദ്രന്റെ മുഖം പോലെ ഇരിക്കുന്ന കുട്ടിയാ. അത് കേട്ടപ്പോൾ ഐശ്വര്യയുടെയും ഈശ്വരിയുടെയും അച്ഛനമ്മമാർക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എല്ലാവരും അവളെ തടിയുള്ളതിന്റെ പേരിൽ കളിയാക്കലായിരുന്നു. അങ്ങനെ ഗൗതം ഐശ്വര്യയോട് സംസാരിക്കാൻ ചെന്നു. പക്ഷെ ഐശ്വര്യ പറഞ്ഞ മറുപടി കേൾക്കണോ? എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഈശ്വരിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ അവളെ വിവാഹം കഴിക്കണം. ഈശ്വരിക്ക് എന്നെക്കാളും നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടും. പക്ഷെ എനിക്ക് നിന്നേക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നിന്നെ തന്നെ വിവാഹം കഴിക്കൂ. അപ്പൊ പിന്നെ നമുക്ക് കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിച്ചാലോ?